ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. സോ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല, വെറുതെ ഒരു വീഡിയോ. അപ്പോൾ ഞാൻ വെറുതെ ഇങ്ങനെ സിറ്റ് ഔട്ടിലിരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ വിചാരിച്ചു ഇന്ന് വാഴൻ്റെ ഇലയിൽ ചോറുന്നാലോ വിചാരിച്ചു. അങ്ങനെ വാഴൻ്റെ ഇലയൊക്കെ പൊട്ടിച്ച് കഴുകി അത് നല്ലോണം വാട്ടിയെടുത്ത് ചോറൊക്കെ ഉണ്ടാക്കി. നമ്മൾ റേഷൻ കടത്തെ അരി ഉണ്ടല്ലോ, അത് ഇട്ട് വെച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ആ അരി കൊണ്ട് നമ്മൾ ചോറുണ്ടാക്കി പെട്ടെന്ന് വേവും ചെയ്യും. ചോറുണ്ടാക്കി പിന്നെ ഒരു പരിപ്പ് കറി, നല്ല അടിപൊളി പരിപ്പ് കറി, സിമ്പിളായിട്ട് കേട്ടോ. ഒരു പരിപ്പ് കറി വെച്ചു. പിന്നെ ഇപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നു. ചമ്മന്തി, നല്ല എന്താ പറയുക, ചെമ്മീനില്ല, ഉണക്ക ചെമ്മീൻ, അതും പച്ചമാങ്ങയും പിന്നെ കാന്താരി മുളകും അതൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി ചമ്മന്തിയും, നല്ല എരിവുണ്ടായിരുന്നു കേട്ടോ. നല്ല ചമ്മന്തിയും പരിപ്പ് കറിയും. പിന്നെ നമ്മൾ വായൻ്റെ ഇതിലുണ്ടാവില്ലേ ഒരു മാണിത്തട്ടം, അപ്പം നമ്മളിവിടെ മാണിത്തട്ടം എന്നാണ് പറയാം. അപ്പോൾ മാണിത്തട്ടം എടുത്തിട്ട് നല്ലൊരു ഉപ്പേരി എന്ന് പറയുമ്പോൾ നമ്മൾ ചിക്കനൊക്കെ ഉണ്ടാക്കുന്ന അതേപോലെ ഒരു മസാല ഒക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു ഉപ്പേരി ഉണ്ടാക്കി. പിന്നെ പപ്പടം, അതെല്ലാം കൂടി കൂട്ടി കുഴച്ചങ്ങോട്ടൊരു എൻ്റെ അമ്മ, ഒരു രക്ഷയില്ല കേട്ടോ. ഞാൻ സാധാരണ ഇത്രയും ചോറൊന്നും ഞാൻ കഴിക്കാറേ ഇല്ല. എന്നെ അറിയുന്നവർക്ക് അറിയാം, ഞാൻ കുറച്ച്, നമ്മൾ സാധാ ചോറ് ഞാൻ കുറച്ച് കഴിക്കാറുള്ളൂ. കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കയ്യിൽ അത്രേ ഞാൻ കഴിക്കാറുള്ളൂ. പക്ഷേ എനിക്ക് വാഴൻ്റെ ഇലയിൽ തിന്നുകയാണെങ്കിൽ ഞാൻ നല്ലോണം കഴിക്കും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ എവിടെയെങ്കിലും കല്യാണത്തിനൊക്കെ, ഹിന്ദുക്കളെ കല്യാണത്തിനൊക്കെ സദ്യക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സദ്യക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. 2 വട്ടമൊക്കെ 2-3 തവണ ഞാൻ കഴിക്കും, അത്രയും ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ ഇവിടുന്ന് വാഴൻ്റെ ഇല കഴിച്ചുകൊണ്ട് എന്താണെന്ന് അറിയില്ല, ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം കൂടിയും കൂട്ടി കഴിച്ച് ഞാൻ ഒരുപാട് കഴിച്ച്. ഇനി ഞാൻ കഴിക്കുന്ന പറഞ്ഞിട്ട് ആരും ഇവളിത്രയും കഴിക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ആരും ഇതാക്കാൻ നിൽക്കണേ, അത്ര ഒന്നും കഴിക്കൂല കേട്ടോ. വാഴൻ്റെ ഇലയിൽ കഴിക്കുന്നതുകൊണ്ട് മാത്രമാണ് ഇത്രയും കഴിക്കുന്നത്. ഓക്കെ, നല്ല അടിപൊളി ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ചെമ്മീനും പിന്നെന്താ നല്ല കാന്താരിമുളകും, ഉണക്കച്ചെമ്മീനും പച്ചമാങ്ങയും കാന്താരിമുളകും ഇട്ടൊരു ചമ്മന്തി അരച്ച് വെക്ക്, പൊള്ളിയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ കുറേ ആയിട്ട് എങ്ങനെ കഴിച്ചിട്ട് ഇങ്ങനെ ഒരു നല്ല ഇതിൽ എന്താ പറയുക, എനിക്കറിയില്ല. എനിക്കിപ്പോൾ ഭക്ഷണം കിട്ടുന്നത് സ്കൂളിൽ നിന്നാണല്ലോ. നമുക്ക് ടീച്ചേഴ്സിന് സ്കൂളിൽ നിന്ന് ഭക്ഷണം കിട്ടാറുണ്ട്. ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും ലഞ്ചാണെങ്കിലും ഒക്കെ സ്കൂളിൽ നിന്നാണ് കിട്ടുക. സ്കൂളിൽ നിന്ന് ഇപ്പോൾ ഒരു ദിവസം ബിരിയാണി, ഒരു ദിവസം നെയ്ച്ചോറ്, ഒരു ദിവസം നോർമൽ റൈസ്, അങ്ങനെയാണ് കിട്ടാറ്. പക്ഷെ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുന്ന പോലെ നമുക്ക് സ്കൂളിൽ നിന്ന് കഴിക്കാൻ പാടില്ല എന്നല്ല, കഴിക്കാൻ പറ്റില്ലല്ലോ. ആ ഒരു ഇതിൽ നമ്മളിപ്പം നല്ലൊരു എന്താ പറയുക, വീട്ടിൽ നിന്ന് കഴിക്കുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്രീഡം കിട്ടുന്ന പോലെയല്ലേ, അതുപോലെയല്ലേ നമ്മൾ വീട്ടിൽ നിന്ന് കഴിക്കുക. അപ്പോൾ നല്ല കൂട്ടിയൊക്കെ വെച്ച് വലിയ ഉരുളാക്കിയിട്ട് അങ്ങോട്ട് വായക്കിടുമ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ചെറിയ കുട്ടിയാവുന്ന സമയത്ത് ഞാൻ ഒരു 7th 8th വരെ ഞാൻ സ്കൂൾ ഇട്ടിട്ട് നമ്മൾ ചോറിനാൻ അങ്ങോട്ട് വീട്ടിലേക്ക് വരിക. വീട്ടിൽ വന്നിട്ട് ഉമ്മയെ വാരി തരിക. ഉമ്മ വാരി തന്നില്ലേ ഞാനൊന്നും കഴിക്കൂല, അത്രയും ഇതിലായിരുന്നു ഞാൻ. അപ്പോൾ വലിയ ഉരുളാക്കിയിട്ട് കൂട്ടാനൊക്കെ ആ ഉരുളയിൽ ഇങ്ങനെ കൂട്ടി പൊതിഞ്ഞിട്ട് ഇങ്ങനെ ഒരു വായിലേക്ക് ഇങ്ങനെ വലിയ ഉരുളാക്കിയിട്ട് വായിക്ക് വെച്ച് തരും. സത്യം പറഞ്ഞാൽ ഇന്ന് കഴിക്കുമ്പോൾ ആ ഒരു ഫീലായിട്ട് എനിക്ക് വന്നത്. അപ്പം വെറുതെ ജസ്റ്റ് നിങ്ങളും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വെറുതെ നമ്മളൊരു ഫ്രീ ആവുന്ന സമയത്തൊക്കെ, സാറ്റർഡേയും സൺഡേ ഒക്കെ വെറുതെ ഇരിക്കുന്ന സമയത്ത് വെറുതെ ഇങ്ങനെ ഇലയൊക്കെ വെട്ടിയിട്ട് എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക, അതൊക്കെ ഒരു സന്തോഷമല്ലേ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ ഇത്രയൊന്നും കഴിക്കില്ലോട്ട്, ഞാൻ 2ാമത് ഇട്ടു. ഞാൻ ഫസ്റ്റ് ടൈം തന്നെ ഞാൻ 2 കയ്യിലിട്ടിട്ടുണ്ട്. പിന്നെ സെക്കൻഡ് ടൈമും ഞാൻ 2 കയ്യിലിട്ടു. അത്രയും ടേസ്റ്റ് ആയിരുന്നു. അത്രയും വലിയ ഒരുപാട് ആർഭാടായിട്ടുള്ള കൂട്ടാനുകളൊന്നുമില്ല. ഇന്നിപ്പോൾ ഫിഷ് ഇല്ല, പിന്നെ കോഴിമുട്ടയില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ചമ്മന്തി തന്നെ മതി നമുക്ക്, അടിപൊളിയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇലയിലായതുകൊണ്ടാണ് ഒന്നുകൂടി ടേസ്റ്റ്. പ്ലേറ്റിലാണെങ്കിൽ തിന്നാൻ തോന്നില്ല. ആ ഇലയുടെ ടേസ്റ്റും വാട്ടിക്കണോ ഇല? പൊട്ടും.
അവിടെ പൊതിച്ചോറുണ്ടാക്കും മുട്ടറോടെ കയറും മുട്ടറോടെ ഉണ്ടായിരുന്നു പൊതിച്ചോറ് അതൊക്കെ അറിയണ്ടല്ലേ ആ പൊന്നിനെ ഇഷ്ടം അതന്നെ ആരോഗ്യം ഉണ്ടാവുമല്ലോ കേടും ഉണ്ടാവില്ല ചമ്മന്തി കണ്ടു അത് എടുത്തല്ലോ ഇട്ടു ചമ്മന്തി